ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നൊരു ചോദ്യമുണ്ട്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എവിടെയെന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ല, ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. എല്ലാ വിഷയങ്ങളിലടക്കം ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ നിപ്പ, ഷിഗല്ല അതുപോലുള്ള രോഗങ്ങൾ പടരുന്നൊരു സാഹചര്യമുണ്ട്. നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതുപോലെ ഷിഗല്ല കേസുകൾ കൂടുകയാണ്. പിന്നെ പനി കേസുകളും കൂടുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാട്ടാന ആക്രമണങ്ങൾ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. കാരണം വെച്ചാൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സർക്കാർ, വി ഡി സതീശൻ സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന, അല്ലെ അവരെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു വേദിയിലേക്ക് എത്തിക്കിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് പോലും പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എവിടെയാണെന്നോ അദ്ദേഹം ഈ മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറാകാതെ ഫേസ്ബുക്കിൽ മാത്രം പോസ്റ്റ് ഇട്ട് അങ്ങനൊരു പ്രതിപക്ഷ നേതാവിനെയാണോ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ CPM-ഉം ഇടതുപക്ഷവും അതുപോലെ LDF-ഉം ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഷിഗല്ലയിലായാലും കാട്ടാന വിഷയത്തിലായാലും പനിയിലായാലും എല്ലാ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിക്കുന്നുണ്ട്, പ്രസ്താവന ഇറക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുകയാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നതല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംസാരിക്കാൻ വേണ്ടി പിണറായി തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അത് വളരെ ഈ ഒരു ഘട്ടത്തിൽ ഒന്നാമത് CPM അല്ല ഇടതുപക്ഷം തന്നെ വലിയൊരു തകർച്ചയെ നേരിട്ട് തിരിച്ചു വരാൻ ഒരുക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിന് മതിയോ എന്നാണ് ചോദ്യം. തീർച്ചയായും പിണറായി വിജയൻ എന്ന നേതാവ് അദ്ദേഹം പ്രതിപക്ഷ നേതൃപദവിക്ക് അർഹനല്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം തലമുതിർന്ന നേതാവാണ്. ഈ പോരാട്ടത്തെ CPM-നെ നയിക്കാൻ, തിരിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രാപ്തിയുള്ള നേതാവാണ്. പക്ഷേ അതിന് ഇങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് കഴിഞ്ഞ കുറച്ച് പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളുടെ ചരിത്രം എടുത്ത് തന്നെ നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന VS അച്യുതാനന്ദനോട് എടുക്കാം. VS അച്യുതാനന്ദൻ, രമേശ് ചെന്നിത്തല, PD സതീശൻ, ഇവരെല്ലാം ദിവസത്തിൽ 1-2 തവണ മാധ്യമങ്ങളെ കാണായിരുന്നു. ദിവസം ഒരു തവണയെങ്കിലും മാധ്യമങ്ങളെ കാണാത്ത പ്രതിപക്ഷ നേതാക്കൾ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ വിഷയങ്ങളും പ്രതികരിക്കും, സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കും, സർക്കാരിനോട് ആരോപണങ്ങൾ മാത്രമല്ല ചോദ്യങ്ങൾ ഉന്നയിക്കും, പ്രതികൂട്ടിൽ നിർത്തുകയും ചെയ്യുന്ന സമയത്തായാലും അത് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിപ്പ വന്ന് നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പ്രളയം കണ്ടിട്ടുണ്ട്, കോവിഡ് കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം മാധ്യമങ്ങളോട് സംസാരിക്കാനും മാധ്യമങ്ങൾ സർക്കാരിന് മുമ്പിൽ ചോദ്യങ്ങൾ വയ്ക്കാനും അല്ലെങ്കിൽ സർക്കാരിന് ഒപ്പം ചേർന്ന് നിൽക്കാനാണെങ്കിൽ അങ്ങനെയായാലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചെന്നിത്തല നമുക്കറിയാം. ചെന്നിത്തല രാവിലെയും വൈകിട്ടും ഉച്ചക്കും എല്ലാ മാധ്യമങ്ങളെ കണ്ട് സർക്കാരിനെ നിരന്തര ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവായിരുന്നു. VD സതീശൻ അങ്ങനെ തന്നെയാണ്. സർക്കാരിനെ വിമർശിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളല്ലാതെ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ പ്രിയദർശിനി പദ്ധതി സൗജന്യ യാത്ര വരുമ്പോൾ സ്വകാര്യ ബസ്സുകളുടെ വ്യവസായത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതിലൊന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് എന്നത് ജനങ്ങളുടെ ശബ്ദമാണ്. സഭക്കകത്തും പുറത്തും ശബ്ദമാണ്. സഭക്കകത്തും അദ്ദേഹമുണ്ട്, അല്ലെങ്കിൽ പ്രസ്താവനയുടെ പ്രതികളുടെ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. പക്ഷെ അത് മതിയോ എന്നാണ്. ഈ പോരാട്ടം മുന്നിൽ നയിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവണം. നമുക്കറിയാം ഇത് വിഷയം വന്നപ്പം അതിനുശേഷം അയാൾ മാധ്യമങ്ങളെ കണ്ട് പുറത്തുനിന്ന് സംസാരിച്ചൊരു മുഷ്ടി ഉരുട്ടിയിട്ട് പോകുന്നുണ്ട്. ആ ഒരു ഇത് മതിയായിരുന്നു CPM പ്രവർത്തകർക്ക് അന്ന് ആഘോഷിക്കാൻ, അല്ലെങ്കിൽ ഇടത് പ്രവർത്തകർക്ക് അന്ന് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാൻ പിണറായി മുഷ്ടി എടുക്കുന്ന ഒരു ഫോട്ടോ മതിയായിരുന്നു. ഇങ്ങനെ ദിവസവും വന്ന് മാധ്യമങ്ങളെ കാണുന്ന സംസാരിക്കുന്ന അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ടെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ വീണ്ടും ഈ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനാണല്ലോ പ്രാധാന്യം നൽകേണ്ടത്. ഇത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് VD സതീശനും സംഘത്തിനും, VD സതീശനല്ല ഇനിയിപ്പം ആ പ്രസ്ഥാനത്ത് KC വേണുഗോപാൽ വന്നാൽ അദ്ദേഹത്തിനായാലും UDF-നും സംഘത്തിനും ഒരു മുതൽക്കൂട്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നമ്മൾ പിണറായി വിജയനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല ഒരു പ്രതിപക്ഷ നേതാവ് വേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് എവിടേക്ക് സംസാരിക്കാൻ പറ്റുമോ അവിടെയെല്ലാം സംസാരിക്കണം. ആ നിലവിൽ ഏത് വിഷയങ്ങളിലാണ് സംസാരിക്കേണ്ടതെന്ന് വ്യക്തമായ ക്ലാരിറ്റി വേണം. ആ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായി ആക്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കിപ്പം കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ആരോഗ്യവകുപ്പാണ്. ഇപ്പം കെ മുരളീധരനാണ് ആരോഗ്യമന്ത്രിയായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ഷിഗല്ല കേസുകളുണ്ട്, നിപ്പ കേസുകളുണ്ട്, ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥയുണ്ട്, രോഗിയുടെ കാലിൽ പുഴു വരിച്ച കേസുകളുണ്ട്, കുട്ടിയുടെ കൈ ഒടിഞ്ഞ കേസുകളുണ്ട്. നിരവധി കേസുകൾ, അനാസ്ഥകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ് കുത്തഴിഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ മുരളീധരൻ പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് അത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. ഇതുവരെല്ലാം പാമ്പ് തിരിച്ചടിക്കുന്നതാണ് മറ്റേ തൃശ്ശൂർ കേസിൽ പറഞ്ഞത്. അത്തരം വാദങ്ങൾ പറയുന്ന സമയത്ത് പോലും അതിനെതിരെ ഒന്ന് വിരൽ ചോദിച്ച് ഇനിയിപ്പം ഈ UDF-ന്റെ നേതാക്കൾ എല്ലാം പോട്ടെ, മുഖ്യമന്ത്രി VD സതീശൻ വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പദവി ഏറ്റെടുത്തതിന് ശേഷം. അത് ചൂണ്ടിക്കാടി ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ തയ്യാറാവുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തയ്യാറാവുന്നുണ്ട്. എന്തുകൊണ്ട് ഈ നേതാക്കൾക്ക് വരുന്നില്ല? അതെല്ലാം ചോദിക്കേണ്ടതും പറയേണ്ടതും പിണറായി വിജയൻ തന്നെയാണ്. VD സതീശൻ അങ്ങനെ ആയിരുന്നു പിണറായിക്കെതിരെ. ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ ആരോപണങ്ങളായാലും സോഷ്യൽ മീഡിയ ആരോപണങ്ങളും ഇതെല്ലാം ഏറ്റെടുക്കാനും അവരെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു
സമൂഹ മാധ്യമങ്ങളുടെ തന്നെ ഒരു ഓളത്തിനൊപ്പം നിൽക്കാനും ആ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ അലയൊലിയാണ് ഈ പറഞ്ഞ പോലെ MLA-മാരുടെ എല്ലാം പിന്തുണ KC വേണുഗോപാലൊപ്പമായിട്ടും ഒരു ജനപിന്തുണയുണ്ടെന്നും ഒരു ക്രൗഡ് പുള്ളർ ആണെന്നും തോന്നിപ്പിക്കാൻ VD സതീശൻ സഹായിച്ചത്. അദ്ദേഹം അങ്ങനെയായിരുന്നു എല്ലാ വിഷയങ്ങളും ഇടപെട്ടതും പ്രതികരിച്ചതും. ഇവിടെ ഇതൊന്നുമില്ല, ഇതൊന്നും വരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നമുക്ക് മാറ്റി നിർത്താം. ഈ പിണറായി വിജയൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ വരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് എന്തിനോട് അഖിൽ ചോദ്യം ബാക്കിയാണ്. ഇനി രണ്ടാമത് നിൽക്കുന്നത് KN ബാലഗോപാലാണ്. അദ്ദേഹത്തിന് ഇതേപോലെ മാധ്യമങ്ങളെ കണ്ടുകൂടെ സംസാരിച്ചൂടെ? ധവളപത്രം ഇറക്കിയ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഫേസ്ബുക്കിൽ ഇപ്പം പുരോഗതി ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമൊക്കെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ സജി ചെറിയാനും മുഹമ്മദ് റിയാസുമാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ ദിവസമൊന്നും ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എല്ലാത്തിനും കയറി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രതിപക്ഷത്തെ നയിക്കാൻ അവിടെ ഉപനേതാവിനെ പറയാൻ KN ബാലഗോപാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. CPIക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. ആ തർക്കം അവിടെ നിലനിൽക്കുകയാണ്. ഇവർക്ക് ഇതിലൊന്നും ഒരു ധാരണയില്ല, ഒരു വ്യക്തതയില്ല. ഇത്രയും അവസരങ്ങൾ മുന്നിൽ കിട്ടിയിട്ടും ഇത്രയും വിഷയങ്ങൾ മുന്നിൽ കിട്ടിയിട്ടും ഇവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നതാണ്? നമ്മൾ ഈ പറഞ്ഞല്ലോ VD സതീശൻ്റെ അദാനി ഇതിനെ കാണാൻ വേണ്ടി കൂടിക്കാഴ്ച ആരോപണമുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു ആര്യാടൻ്റെ അകന്ന് ബന്ധുവിനെ കണ്ടപ്പോൾ സംസാരിച്ചാണെന്നൊക്കെ പറഞ്ഞു. അതെന്തോ ആവട്ടെ, ആ വിഷയം ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിന് പറ്റിയിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന് പറ്റുന്നുണ്ടോ? ഇവരിതൊന്നും ചെയ്യുന്നില്ലാതെ ജനങ്ങളെല്ലാം ചെയ്യുന്നില്ല. ജനങ്ങൾ എന്ത് കാണുന്നു വെച്ചാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും തെറ്റുതിരുത്തുന്നതായിട്ടൊരു 10-12 കുറ്റം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളാപ്പള്ളിയുടെ വിഷയം, പത്മകുമാറിന്റെ വിഷയം, പയ്യന്നൂർ തളിപ്പറമ്പ് തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവര് ഇതിൽ നിന്നൊരു പോസിറ്റീവായിട്ടൊരു ഇന്ത്യയോട് വരുന്നുണ്ടെങ്കിലല്ലേ ഇതിൽ മാറ്റം വരും? തയ്യാറാവുന്നില്ല. ഇവരെ എപ്പോഴും അന്ന് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ CPM പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകളുടെ കാര്യത്തിലും പറയുന്നത് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ശക്തമായ ഒരു ആക്രമണമൊക്കെ തിരിച്ചടിയായെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യം മാറിയിട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെങ്കിലും അതിനെ പ്രതിരോധിച്ച് ഇപ്പൊ പുറത്തിറങ്ങി ജനങ്ങളോട് സംവദിക്കേണ്ട സമയമാണ്. പക്ഷെ ആ സമയത്ത് ഈ പ്രതിപക്ഷ നേതാവിനെ കാണുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇത്ര ഭയങ്കര ഈസി ആയിട്ടാണ് പോകുന്നത്. ലിജൻ ഇപ്പം പറഞ്ഞ പോലെ അദാനിയുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചു തള്ളുകയാണ്. എന്നുവെച്ചാൽ ഭയങ്കര നിസ്സാരവൽക്കരിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ ആ വിഷയം പോലും എടുത്ത് ഉന്നയിക്കാനോ സമൂഹത്തിന് മുന്നിലിടാനോ ഇവിടെ ഒരു ആരുമില്ല. പ്രതിപക്ഷ നേതാവില്ല, മറ്റു മന്ത്രിമാരിൽ ആരുമില്ല, ഒരു മനുഷ്യർ പ്രതികരിക്കുന്നില്ല. ഇപ്പൊ കാട്ടാന ആക്രമണത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒറ്റമൂലി ഇല്ലെന്നാണ് ഷിബു വിജയൻ പറഞ്ഞത്. ഇങ്ങനത്തെ വാദങ്ങൾ വരുമ്പോൾ ഇന്നലെ അതിലൊരു പോസിറ്റീവായിട്ട് പ്രതികരണം നമുക്ക് ഇന്നലെ വയനാട് കാണാൻ വേണ്ടി പറ്റി. മുൻ മന്ത്രി OR കേളും അവിടുത്തെ ജില്ലാ സെക്രട്ടറി റഫീഖും CPM ജില്ലാ സെക്രട്ടറി റഫീഖും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതായിരുന്നല്ലോ നിങ്ങളുടെ നിലപാട്, ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മാധ്യമങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഈ സംഭവം ഇത് വനമന്ത്രി പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞല്ലോ മറ്റേ ആനയുടെ കേസൊക്കെ പറഞ്ഞിട്ട്. അപ്പം വന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നേർക്ക് നേർന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് പിണറായിക്ക് പറ്റുന്നില്ലതാണ്. അത് ചോദിക്കണം, മാധ്യമങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കണം. പിണറായി പോലൊരു നേതാവ് ഇങ്ങനെ ചോദ്യം ഉന്നയിച്ചാൽ അത് ഷിബു വിജയന്റെ പോലെ ഏത് മന്ത്രി ആയിക്കോട്ടെ, ഏത് മന്ത്രി, ഗതാഗത വകുപ്പ് വെച്ചാൽ CP ജോൺ ആയിക്കോട്ടെ, ഇനി ഇപ്പോഴും പിന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നതിലൊക്കെ പിന്നെ നാക്കുവഴിയായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് പിണറായിനെ. ആ പിണറായി അങ്ങനെ ചോദ്യം ഉന്നയിച്ചാൽ VD സതീശന് മറുപടി കൊടുക്കാൻ പറ്റുമോ? ഇവർ മറുപടി പറയാൻ നിർബന്ധിതരാകും. കാരണം പിണറായി പോലെ നേതാവ് ഇപ്പൊ ചോദിച്ചുകൊണ്ടാൽ ആ ചോദ്യത്തിന് ഇവർ മറുപടി കൊടുത്തേ പറ്റൂ. കൊടുക്കാനുള്ളൊരു അവർക്ക് എന്തായാലും അത് ചെയ്തിരിക്കും. ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഇവരെ പ്രതിരോധത്തിലാക്കാനും പിണറായിക്ക് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം മാറി നിൽക്കുന്നതിനേക്കും നല്ലത്. ആ സ്ഥാനത്തേക്ക് എനിക്കൊന്നും വേറെ ഇവർക്ക് ആർക്കും ഇത്ര പോലും ഫയറിലൊരു നേതാവ് ഇല്ല എന്ന ചിന്തയാണെന്ന് അറിയില്ല. ഈ പറഞ്ഞ ബാലഗോപാലിനെ കൊണ്ട് ഇത് ചോദ്യം ചോദിക്കാനാവില്ല എന്ന് ചിന്തിക്കാം, സജി ചെറിയനെ കൊണ്ടാവില്ല എന്ന് ചിന്തിക്കാം, റിയാസിനെ കൊണ്ട് പറ്റുമെങ്കിലും അവിടെ വീണ്ടും മരുമനസ്സെന്നുള്ള സാധനം വരുമെന്നുള്ള തിരിച്ചടി എന്നുള്ള ഭയമായിരിക്കാം. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ CPM അത് തുറന്നു പറയണം. ഇനി ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവിനായിട്ട് അവർക്ക് വേറെ നേതാവിനാണെങ്കിൽ അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റിൽ അങ്ങനെ ഒരു സീറ്റ് ഇനി ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ ജയിപ്പിച്ച് നിർത്തിയിട്ട് കൊണ്ടുവന്നിട്ട് പ്രതിപക്ഷ നേതാവാക്കണം. അല്ലാതെ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയാൽ ഇത് UDF-ന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും. എന്തും ചെയ്യാം, എന്തും പറയാം. പാമ്പ് നഴ്സിംഗ് വിദ്യാർത്ഥിനെ പാമ്പ് കടിച്ച് കഴിയുമ്പോൾ പാമ്പിനെ ചവിട്ടിയ പാമ്പ് തിരിച്ചടിക്കുന്നു പറയുന്നത് നമ്മുടെ മാജിക് പടിയില്ല. ഭരണം വരെ ഒറ്റമേലില്ല, ഭരണം വരെ ആന അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എന്തും വിളിച്ചു പറയാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയും പ്രതികരിക്കാവുന്ന രീതിയിലേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ പോകുമ്പോൾ അതിന് പ്രസ്താവന ഇറക്കിയിട്ട് പ്രതിരോധിക്കാം എന്നാണ് പിണറായി വിചാരിക്കുന്നതെങ്കിൽ അത് വലിയ മണ്ടത്തരായി പോകും. 5 വർഷം കഴിഞ്ഞിട്ടിലേക്ക് UDF-ന്റെ യാത്രയ്ക്ക് അത് കരുത്തേക്കെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ശക്തമായ ഒരു ആക്രമണം സർക്കാരിനെതിരെ ഒരു കോട്ട കെട്ടേണ്ട സമയമാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങി, വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ വന്നു തുടങ്ങി, മുഖ്യമന്ത്രിയുടെ പല പ്രസ്താവനകൾ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ KSRTC-ലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയിലടക്കം പറഞ്ഞ് വാക്ക് മാറിയിട്ടുണ്ട്. ഇവിടെയൊന്നും പ്രതിപക്ഷത്തിന്റെ ഒരു സ്വരവും ഉയരുന്നില്ല, പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ല, പിണറായി വിജയൻ എന്ന ഒരു നേതാവ് പ്രതികരിക്കുന്നില്ല, LDF-ന്ന് പോലും ഒരു ശക്തമായൊരു ആക്രമണം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇതൊക്കെ UDF-നെയും VD സതീശനെയും കൂടുതൽ അനുഗ്രഹിക്കാൻ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും പ്രതിരോധിക്കാനും സർക്കാരിനെതിരെ ആക്രമിക്കാനുമുള്ളൊരു ആയുധവുമായിട്ട് അല്ലെങ്കിൽ ഒരു നിലപാടുമായിട്ട് പ്രതിപക്ഷം ഇവിടെ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.